എന്റെ പേര് മനോഹരൻ. സുനിൽ ബ്രദർ അല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്, ഒരു സാധുവാണ്. ആരാലും അംഗീകരിക്കപ്പെടാത്തവനും ആരെയും ഉപദ്രവിക്കാത്തവനും സമൂഹത്താൽ വെറുക്കപ്പെട്ടവനും ക്രിസ്തീയ സമൂഹത്താൽ വെറുക്കപ്പെട്ടവനുമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ബ്രദറിനെ വിളിച്ചിട്ട് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇപ്പോ നിങ്ങളുടെ വീഡിയോ കാണുന്നതിലെല്ലാം നിങ്ങളുടെ ഉള്ളിനകത്തൊരു തേങ്ങലുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അത് നിങ്ങളെ പൊക്കാൻ വേണ്ടി പറയുന്നതോ നിങ്ങളുടെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതോ ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടി പറയുന്നതോ അല്ല. പോപ്പ് മുതല് ഇങ്ങോട്ട് ഇവിടെ ലോക്കൽ അച്ഛനായിക്കോട്ടെ, പള്ളിയിലെ കപ്പ്യാരായിക്കോട്ടെ, ഈ സെന്റർ വരച്ച് അതിനകത്തിരിക്കുന്നവനായിക്കോട്ടെ, ഇങ്ങ് താഴെ കിടക്കുന്നവൻ, ഇവനൊക്കെ സുവിശേഷം എന്താണെന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് സുവിശേഷം പറഞ്ഞു തരാമെങ്കിൽ, ഇവരിൽ ആരാണോ ഈ സുവിശേഷം, വിശുദ്ധ വേദ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന വചനത്തിനകത്ത് നിന്നുകൊണ്ട് എന്താണ് സുവിശേഷമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമെങ്കിൽ, ഇവര് പറഞ്ഞു തരുന്നവരുടെ അവര് വിളിക്കുന്ന ചർച്ചിൽ ഞാൻ പോകും. സുവിശേഷം ഇവര് പറയുന്നത് പാപികളെ എന്തിന്? വേറെ ഒരു പണിയും ഇല്ല യേശു ക്രിസ്തുവിന്. പാപികളുടെ മൊത്തം കൊട്ടേഷൻ ഇവരങ്ങ് ഏറ്റെടുത്തേക്കുക ക്രിസ്തുവിന്റെ നാമത്തില്. അതല്ല ഞാൻ ചോദിക്കുന്നത്, അതിന്റെ അല്ല ബ്രദർ. ഉൽപ്പത്തിയുടെ ആദിയിൽ എന്ന് പറയുന്ന ആയിൽ തുടങ്ങുകയാണ് സുവിശേഷം. ഇവര് അതിന്റെ പൂർത്തീകരണമാണ്. എന്തിന് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്നും എന്തിന് ദൈവം 6 പ്രാവശ്യം നല്ലതെന്ന് കണ്ടു എന്ന് 6 പ്രാവശ്യം പറഞ്ഞിട്ട് 7-ാം പ്രാവശ്യം ഈ മനുഷ്യനെയും കൂടെ സൃഷ്ടിച്ചതിന് ശേഷം പറയുകയാണ് എത്രയും നല്ലതെന്ന് കണ്ടു. എന്തിന്? മനുഷ്യനെ എത്രയും നല്ലതായിട്ട് സൃഷ്ടിച്ചു. 6 പ്രാവശ്യം സൃഷ്ടിയെല്ലാം നോക്കിയിട്ട് നല്ലതെന്ന് കണ്ടതേ ഉള്ളൂ. അവസാനത്തെ സൃഷ്ടിയായ മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ് എത്രയും നല്ലതെന്ന് കണ്ടു. അപ്പൊ ഇതിനെന്തോ ഒരു സംഭവമുണ്ട്. ഇവിടെ ഉള്ള ഒരു വൃത്തികെട്ടവന്മാർക്കും ഒരുത്തനെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു വൃത്തികെട്ടവന്മാർ, നിങ്ങൾ ഏത് സഭയിൽ പെറ്റ ആളായാലും അവനെയും കൂടെ ചേർത്താ ഞാൻ പറയുന്നത്. ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഒരു സഭയും ദൈവത്തിന്റെ സഭയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പണിയും എന്റെ സഭ, ഞാൻ പണിയും. അടിസ്ഥാനം 3500 വർഷത്തിന് മുമ്പ് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയുടെ കയ്യിൽ കൊടുത്തു. അടിസ്ഥാനം പണി നടന്നില്ല, തകർന്നുപോയി. കർത്താവ് ഭൂമിയിലേക്ക് വന്നു പണിയാൻ. അന്ന് മുതല് യഥാർത്ഥത്തില് അകക്കണ്ണ് തുറന്ന ഒരുത്തന് ക്രിസ്തുവിന്റെ സഭയിൽ ചേരാൻ ദൈവം അവസരം കൊടുത്തു. ഈ ഭൂമിയിൽ കാണുന്ന ഇത് യാതൊന്നും സഭയല്ല, ക്രിസ്തു പണിയുന്ന സഭയല്ല. യുവന്മാരെന്നെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കല്ലിറക്കിയിട്ടിട്ട് ഞാൻ പോണ വഴിക്ക് കല്ലെറിഞ്ഞോട്ടെ, എനിക്ക് വിഷയമേ അല്ല. ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹം ഇന്ന് ഭൂമിയിൽ വേറൊരു സമൂഹം ഇല്ലാതായി. അറിയോ? വേദനയോടെ പറയുന്ന, അത്രയ്ക്ക് ചങ്ക് പൊട്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പുറത്തിറങ്ങിയ കല്ലെറിയും. ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, കൊടുത്തപ്പോ എല്ലാരും ഉണ്ടായിരുന്നു, അവരിന്ന് കോട്ടി അടയ്ക്കുന്ന, എന്നെ കാണുമ്പോ ഒരു ചെകുത്താനെ കണ്ടതുപോലെ വാതിലടക്കിയ യുവമാര്. പെന്തക്കോസ്തുകാരന്റെ കാര്യമാണ് പറയുന്നത്. സത്യം പറയുന്നതുകൊണ്ടാണ് യുവമാർ നിങ്ങളെ കല്ലെറിയുന്നത്. ഇത് എനിക്ക് പേടിയായില്ല, മരിക്കായി. കാരണം സ്തഫാനോസ് ഒരു കാഴ്ച കണ്ടു. ശൗലായിരുന്ന, ദുഷ്ടനായിരുന്ന ശൗൽ ഒരു കാഴ്ച കണ്ടപ്പോഴാണ്, കണ്ണു തുറന്നപ്പോഴാണ് എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ. യുവന്മാരുടെ കണ്ണ് തുറക്കാത്തത് എന്താണെന്നാ എനിക്ക് തോന്നുന്നത്. യുവന്മാര് വചനം എടുത്ത് എന്താ 2000 വർഷം കൊണ്ട് അങ്ങോട്ടും വെട്ടി ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വചനമുണ്ട് വേദപുസ്തകത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്താണ്? 2000 കൊല്ലം കൊണ്ട് ഇരുവായ്ത്തലയുള്ള വാളല്ലേ? അപ്പൊ അങ്ങോട്ടും വെട്ടും ഇങ്ങോട്ടും വെട്ടും. ഈ ജനത്തെ അങ്ങോട്ടും വെട്ടി ഇങ്ങോട്ടും വെട്ടി പറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് തള്ളുകയോമാര്. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ഇപ്പോഴും പെന്തക്കോസ്തുകാരൻ തന്നെ, കർത്താവ് പണിത അടിസ്ഥാനത്തിൽ. ഏകദേശം എത്ര വർഷമായി ഇപ്പോൾ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ തുടരുന്നു? ഒരു 20-22 കൊല്ലം വരും.
22 കൊല്ലമായി. ആ അപ്പൊ ഈ 22 കൊല്ലത്തെ താങ്കളുടെ അനുഭവം വെച്ച് നേരത്തെ ഒരു 42 കൊല്ലമായ ഒരു പാസ്റ്റർ പറഞ്ഞു ഇത് യുവമാര് ശുദ്ധ കള്ളന്മാരും തട്ടിപ്പുകാരുമാണ് എന്ന് പറഞ്ഞു. ഈ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ. ആ അതുപോലെ ഇന്ന് ഈ ദൈവദാസന്മാരെന്നും കർത്തൃശുശ്രൂഷകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്ന് ഭൂരിഭാഗവും ഇവന്മാരുടെ ദൈവം വയറല്ലേ, വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള പണികളല്ലേ ഇന്ന് ഇവന്മാര്. ശരിക്കും ഈ വിശ്വാസികളെ ഇവന്മാര് ചൂഷണം ചെയ്ത് തിന്നുകയല്ലേ ചെയ്യുന്നത്. അതായത് ബ്രദറെ, അത് 99.99 എന്ന് പറഞ്ഞാല് ആ സംഖ്യക്ക് നാണക്കേടാ. ഇപ്പം ബ്രദർ പറഞ്ഞത് യവന്മാരെല്ലാം വയറ്റിപ്പിഴപ്പിന് അല്ലേ നടക്കുന്നതെന്ന് ചോദ്യത്തിന്റെ ഉത്തരവണിയായി പറയണേ. 99.99 യവന്മാര് വയറ്റിപ്പഴപ്പിന് നടക്കണവരും 0.1% മറ്റതിലും എന്ന് പറഞ്ഞാല് ആ കണക്കിന് നമ്മുടെ ഇന്ന് ലോകത്തിന് ഗണിതശാസ്ത്രത്തിന് നാണക്കേടാണത്. യവന്മാര് 100% കച്ചവടക്കാരായത്. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ ചെന്ന് കിടന്ന് വാതിലിൽ മുട്ടിയിട്ട് കാര്യമില്ല. ക്രിസ്തുവിൽ നിൽക്കുന്നവൻ ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിനുമല്ല, ഈ ഭൂമിയിലുള്ള കാര്യത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ വന്നതെങ്കിൽ അവന് മഹാ തെറ്റുപറ്റി. അവന് ഏത് മതത്തിലും നിൽക്കാം. യേശുക്രിസ്തുവിൽ വന്നത് ദൈവത്തിന്റെ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ കർത്താവ് ഇവിടെ വന്നു. അവനെ നോക്കി ആ പദ്ധതിയിൽ എനിക്കും കയറണമെന്ന് വിശ്വസിക്കുന്ന ഒരുവനെ തന്റെ പദ്ധതിയിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ആദാം നഷ്ടപ്പെടുത്തിയ ആ തേജസ്സിന്റെ വസ്ത്രവും മരണമില്ലാത്ത ജീവിതവും അത് തിരികെ തരാനാണ് കർത്താവ് ഇവിടെ വന്നത്. അല്ലാതെ ഇവിടെ അവന് വിമാനം വാങ്ങിക്കൊടുക്കാനും ലാൻഡ് ക്രൂയിസർ വാങ്ങിക്കൊടുക്കാനും റോൾസ് റോയ്സ് വാങ്ങിക്കൊടുക്കാനും ഒരു ബ്രോക്കർ അല്ല എന്റെ കർത്താവ്. അതിനു വേണ്ടി വന്നതല്ല. ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി അതിനു വേണ്ടി വന്നതല്ല. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യാചിക്കാത്താടി യവന്മാര് രാഷ്ട്രീയ ഇലക്ഷന് നിൽക്കാത്തതെന്നാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അലയൻസില് യവന്മാര് നിൽക്കാത്തത്. യവന്മാർക്ക് പണം ഉണ്ടാക്കാൻ അധികാരം കിട്ടും. ഇത് പൗരോഹിത്യ സഭകളെക്കാളും നാറിയില്ലേ മരുന്ന്? എല്ലാ സഭകൾക്കകത്ത് ഇതുണ്ട് ബ്രദറെ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഇന്ന് എല്ലാ സഭകളും, ഞാൻ ഒരു സഭ, അതായത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ 1978 വെറും 10ാം ക്ലാസ്സുകാരന് തോറ്റുപോയവനാ. അന്ന് 210 മാർക്ക് മതി, പക്ഷെ ഞാൻ തോറ്റുപോയി. അത്ര പോലും വിവരമില്ലാത്തവനാ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഓരോരുത്തര് പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്നിപ്പോ രജിസ്ട്രേഡ് സംഘടനകൾ, ഈ രാഷ്ട്രീയം പോലെ രജിസ്ട്രേഡ് ക്രിസ്തീയ സംഘടനകൾ 2000-ന് മുകളിലോട്ടാണ്. ഭൂമി മുഴുവനുമുള്ള കാര്യമായി പറയുന്നത്, ഇന്ത്യയിലല്ല, ലോകം മുഴുവനുമായിട്ട് രജിസ്ട്രേഡ് സംഘടനകൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തതായിട്ട് 2000-ൽ പരം പേരുകളിൽ അറിയപ്പെടുന്ന സകല സംഘടനകളെയും ചേർത്താണ് പറയുന്നത്. അതായത് ഇതിനെയൊക്കെ സഭകൾ എന്ന് പറയുന്നത് അപമാനകരമല്ലേ? ഇത് ഇതിനെയൊക്കെ സഭ എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99 അങ്ങനെ അല്ല, 100% ഇതൊന്നും സഭയല്ല പൊന്നു സഹോദര, ഇതൊന്നും സഭയല്ല. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇതേ വാക്ക് നിങ്ങൾ റെക്കോർഡിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇതേ വാക്ക് എന്റെ നമ്പരും കൊടുത്തോ, എന്നെ വിളിച്ചോട്ടെ. അവര് ചെല്ലുന്നിടത്ത് അവര് രഹസ്യമായിട്ടാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെല്ലാം. എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ വേദന ചങ്കു പൊട്ടുകയാണ്. കർത്താവിന്റെ ആ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള പെടയല്. ഇവന്മാര് എന്തറിഞ്ഞിട്ടായി ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് സ്വതന്ത്രമായിട്ട് ബ്രദർ ഒന്ന് ചിന്തിച്ചോ. ഞാൻ തിരുവനന്തപുരം ജില്ലയില് പുളിയറക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഈ ചാനൽ പിന്തുടരുന്നവനാ. പക്ഷെ എല്ലാം ഞാൻ കാണൂല. അത് ചിലതൊക്കെ ഞാൻ കാണും. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോ എനിക്ക് കാണണ്ടാന്ന് തോന്നിയാൽ ഞാൻ കാണില്ല. ഞാൻ ഉള്ള കാര്യം കൃത്യമായിട്ടായി പറയുന്നത്. എനിക്ക് തീർത്ത് കാണണമെന്ന് തോന്നുന്നത് ഞാൻ കാണും. അങ്ങനെയുള്ളതാ. അതുകൊണ്ട് കുറച്ച് നീതിബോധം, കുറച്ച് ഉള്ളിൽ കുറച്ച് കുത്ത്, കർത്താവിനോടുള്ളൊരു മമത, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള അമർഷം വാക്കുകളായിട്ട് പുറത്തു വരുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഇത് ഇങ്ങനെ അല്ല. ഇത് ശരിക്ക് പറഞ്ഞാല് ഈ ബ്രദർ ചെയ്യുന്നത് 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിങ്ങനെ പോരാ. ഇവിടുത്തെ പോപ്പ് മുതൽ ഇങ്ങോട്ടുള്ളവര് ഈ വിശുദ്ധ വേദപുസ്തകം, ഇത് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഇവന്മാര് ചെറുതാക്കുകയാണ് ആ പുസ്തകത്തെ. ഇതിന്റെ പേര് ശരിക്കു പറഞ്ഞാൽ ഇതുപോലെ വിശുദ്ധിയുള്ള ഒരു പുസ്തകം, മനുഷ്യന് ഉപകാരപ്രദമായ, അവനെ
ആ നിത്യജീവനിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന മനുഷ്യന് ഭൂമിയിലെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും എന്തായി തീരണമെന്നും അത് കഴിഞ്ഞാൽ എന്തായി തീരുമെന്നും ഇതുപോലെ വിവരിക്കുന്ന ഒരു ചരിത്രവും ഇല്ല, വേറെ ഒരു പുസ്തകവും ഇല്ല. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കണം? എന്റെ അറിവിൽ എന്റെ 1978 10ാം ക്ലാസ് തോറ്റവനായ 10ാം ക്ലാസ്സുകാരന്റെ വെറും മന്ദബുദ്ധിയിൽ തോന്നിയത് എനിക്ക് തന്നത് ഞാൻ ഇട്ടിരിക്കുന്ന പേര് അതിവിശുദ്ധ സത്യവേദ പുസ്തകം എന്നാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തൊരു വിശുദ്ധിയും ഇതിനില്ല, വേറെ ഒന്നിനുമില്ല. ഇനി ഈ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? ഈ പ്രപഞ്ചത്തെക്കാൾ വലിപ്പമുള്ളതാണ് ഈ വിശുദ്ധ വേദ പുസ്തകം. നിങ്ങൾ വായിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത ബയൻഡുള്ള പുസ്തകം, അതിനകത്തുള്ള ഓരോ വചനത്തിനും ലക്ഷക്കണക്കിന് വചനങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തുള്ള ഓരോ വചനത്തിനും ഈ പ്രപഞ്ചത്തോളം വലിപ്പമുണ്ട്. ഇവന്മാര് എത്ര ലാഘവത്തോടു കൂടിയ, എത്ര നിസാരവൽക്കരിച്ച ഈ വചനത്തെ ഉപയോഗിക്കുന്നത് പുട്ടടിക്കാൻ. പുട്ട് പോരാ, പുട്ടും കടലയും കൊടുത്താ പോരാ ഇവന്മാർക്ക്. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട്. ഒരുത്ത ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഒരു വീട്ടിൽ AG ആണെന്നാ തോന്നുന്നത്, AG IPC അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ, ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ പോയത്. അവിടെ ചെന്നു, ഒരു വീട്ടിൽ ചെന്ന് മാസ പ്രാർത്ഥനയാ, 3 മാസം കൂടുമ്പോഴൊക്കെ ഉള്ള പ്രാർത്ഥനയ്ക്ക് എന്നതാ. അവിടെ ചെന്നു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, സന്തോഷമായി കൈ കൊടുത്തു. അവര് ഉണ്ടാക്കി വെച്ചിരുന്ന പാവങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം വെട്ടി വിഴുങ്ങി അവരൊരു കവർ കയ്യിൽ കൊടുത്തു, പാസ്റ്ററിന്റെ കയ്യിൽ. അവര് കാറിൽ കയറി അവരെ വീട്ടിൽ പോയി. ഇവരിവിടെ നിന്ന് പോയി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഫോൺ കോൾ വരും, പാസ്റ്ററിന്റെ കോള്. പാസ്റ്ററിന് ഇവിടെ വെച്ച് തുറന്നു നോക്കാൻ ഒക്കില്ലല്ലോ. അവിടെ ചെന്ന് തുറന്നു നോക്കിയപ്പോ 500-ന്റെ 2 എണ്ണേ ഉള്ളൂ. ഒരു സെന്റർ പാസ്റ്ററിനെ ഇങ്ങനെയാണോ ബഹുമാനിക്കുന്നതെന്ന്, സെന്റർ പാസ്റ്ററിനെ ബഹുമാനിക്കുന്നതും കൂടെ പഠിപ്പിക്കുക സഭാ പുരോഹിതൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചെങ്കിൽ കൊള്ളാം. ഇപ്പൊ എന്നെ കർത്താവേ, ആ ഏലിയാ പ്രവാചകൻ പറഞ്ഞ പോലെ എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ. കാരണം ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോ ഇവന്മാരെ പറയാൻ പാടില്ല, സഹോദരനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്ന. ഇത് എങ്ങനെ കഴിയുമെന്നാ ചോദിക്കുന്നത് ഞാൻ. ഇതെങ്ങനെയാ? ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല പറയുന്നത്. വചനം എന്നെ മുൻപും പിൻപും അടച്ച് കൈ നിന്റെ മേൽ ഭാരമാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ചലിക്കാൻ വയ്യാതെ ആക്കി ഇവിടെ ഇട്ട് എന്നെ വലിച്ചോടിച്ച് ചവിട്ടി ഈ വചനം എന്റെ ഉള്ളിലാക്കി തന്നതുകൊണ്ടുള്ള നീറ്റൽ കൊണ്ടാ, വേദന കൊണ്ടാ. ഇനി പൊട്ടിത്തെറിക്കാതിരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ചിലപ്പോ സ്വയം പൊട്ടി ബോംബിനേക്കാളും. ഇനി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സമയം അടുത്തു. 2032 ന്യൂക്ലിയർ വാർ നടന്നിരിക്കും. സാത്താൻ എതിർ ക്രിസ്തുവും അവന്റെ കൂട്ടാളികളും കയറി വരും. കർത്താവിന്റെ വരവ് അടുത്തു. ഏറ്റവും കൂടുതൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും സൃഷ്ടിച്ച ഈ മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകാനാ സാത്താന്റെ പദ്ധതി. അതിനായിട്ട് ഈ കുന്തിക്കോസുകാരന്മാരും ഇവിടെ ഉള്ള സകല പ്രമാണിമാരും കൂടെ, സകല എന്ന് പറഞ്ഞാൽ ഞാൻ പോപ്പ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ചേർത്താ പറയുന്നത്, എല്ലാവരും കൂടെ വളഞ്ഞെന്ന് ഒറ്റക്കെട്ടായി കല്ലെറിയട്ടെ. വെളുപ്പച്ചാവാമല്ലോ, കൂടുതൽ വലിയ വേദന സഹിക്കണ്ട, പെട്ടെന്ന് ഓരോ കല്ലിട്ടാ മതി. അതുകൊണ്ടാ പറയുന്നത്, യവന്മാരിന്ന് എല്ലാവരെയും കൂടെ സാത്താന്റെ ഇന്ന് കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അവന്റെ ഏജന്റുമാർ ഏറ്റവും കൂടുതൽ പിശാച് പ്രവർത്തിക്കുന്നത് സഭകൾക്കകത്താ. ഏറ്റവും കൂടുതൽ സാത്താൻ പ്രവർത്തിക്കുന്നത്, പിശാച് പ്രവർത്തിക്കുന്നത് സഭകൾക്കകത്താ. അതുകൊണ്ട് എനിക്ക് വളരെ വേദനയോടെ നിങ്ങൾ ഈ തുടരുന്ന ഈ പ്രവൃത്തിയുടെ കൂടെ ഓരോ വചനവും എടുത്ത് ആ വചനത്തെ കൂടെ വ്യാഖ്യാനിച്ച് ഒരു വാളായിട്ട് അവന്റെയൊക്കെ ചങ്കിൽ കൊള്ളത്തക്ക വിധത്തിൽ അതും കൂടെ കൊടുത്താൽ കുറെ കൂടെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വചനത്തിൽ നിന്നൊരു വാക്കെടുക്കും, ഒരു വചനം എടുക്കണം വേദപുസ്തകത്തിൽ നിന്ന്, എടുത്തിട്ട് അതിനെ നന്നായിട്ട് അതിന്റെ ശരിക്കുള്ള അർത്ഥം അങ്ങോട്ട് പറഞ്ഞ് അവന്റെ ഈ ശൗലിന്റെ കണ്ണിൽ കുത്തുവിട്ടതുപോലെ ഇവന്റെ ഈ ബാഹ്യമായ ലോകത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അകക്കണ്ണ് തുറക്കാൻ അത് ഉപകരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.